അവസാന വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഇൻ്റലിജൻറ്റ് അക്വ ഫാംസ് എന്നാണ്. അതായത് അക്വപോണിക്സ് എന്ന ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അക്വപോണിക്സ് എന്നുള്ളത് നമുക്ക് ഒരേ സമയം തന്നെ നല്ല പച്ചക്കറികളും കിട്ടും, ഒപ്പം തന്നെ ഫിഷും കിട്ടും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ അക്വപോണിക്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ട് ഗ്രോ ബെഡ് വേണം, ഇതൊരു ഫിഷ് ടാങ്ക് വേണം. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും ഈ ചെടികൾ വളരുന്നതിന് വേണ്ട മൂലകങ്ങളായിട്ടുള്ള 25ഓളം മൂലകങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത് DO, അതായത് ഡിസോൾഡ് ഓക്സിജൻ, നൈട്രേറ്റ്, അമോണിയ, അത് pH, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെ പല തരത്തിലുള്ള മൂലകങ്ങളുണ്ട്. അപ്പോൾ നമ്മളതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെ ഞങ്ങൾ സോർട്ട് ചെയ്യും. ഏകദേശം 4ഓളം മൂലകങ്ങൾ സോർട്ട് ചെയ്യും. നമ്മൾ ആ മൂലകങ്ങളെ നമുക്ക് ഒരു ഫാർമർക്ക് വേണ്ട രീതിയിൽ നമ്മളതിനെ ഓട്ടോമാറ്റിക് ആക്കുകയാണ്. അതായത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. നമ്മളിതിലെല്ലാം ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോറക്സ് ബോർഡിലാണ് നമ്മളെല്ലാവരും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട മൂലകങ്ങളെ അതിലുണ്ടാക്കുന്ന ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഇതിനെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് നമ്മുടെ ഫാർമർ എത്ര ദൂരെയാണെങ്കിൽ പോലും അത് ഇൻ്റർനെറ്റ് കൂടെ നമുക്ക് ആൾക്കൊരു അപ്ലിക്കേഷൻ മുഖേന കൃത്യമായിട്ട് ഫോണിൽ കൂടെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും പല ഫാർമേഴ്സിലും നമ്മൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാത്തതിൻ്റെ പേരിൽ, അതായത് ചില ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിൻ്റെ പേരിലാണ് പല ചെടികളും നമുക്ക് കൃത്യമായിട്ട് വിള കിട്ടാതിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വിള കിട്ടുന്നതിനെ നമ്മുടെ സിസ്റ്റം മോണിറ്റർ ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് തരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഒരു പാരാമീറ്ററാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു സെൻസറാണ് നമ്മൾ അടിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ സെൻസർ ഈ ഫിഷ് ടാങ്കിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ മോണിറ്റർ ചെയ്തിട്ട് അതിനുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഫാർമറുടെ ഫോണിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് pH-ൻ്റെ സെൻസർ. അപ്പോൾ pH-ൻ്റെ സെൻസറും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് pH-ന് നമുക്ക് വേണ്ട 7 ആണ്. അപ്പോൾ 7 അടുത്തുള്ള വാല്യൂ നമുക്ക് ഫാർമർക്ക് ഫോണിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ അടിയിലുള്ള ഫിഷിൻ്റെ സ്പ്രിറ്റാണെങ്കിൽ വെള്ളം മുകളിലേക്ക് എത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പമ്പ് 24 മണിക്കൂർ ഓൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പമ്പ് എന്നുള്ളത് നമ്മൾ 20 മിനിറ്റോളാണ് ഓൺ ചെയ്യേണ്ടത്, 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ സിസ്റ്റം വെച്ചിട്ടാണ് പമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം അനുസരിച്ചിട്ട് നമ്മുടെ ഈ പമ്പ് വർക്ക് ചെയ്യും. നമ്മളിതെല്ലാതെ ഒരു ആപ്ലിക്കേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ മോട്ടർ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓണായി. അപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും, സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓണായിട്ടുണ്ട്. അപ്പോൾ മോട്ടറിലൂടെ നമ്മുടെ എക്സ്ക്രീറ്റഡ് അടങ്ങിയിട്ട് ന്യൂട്രിയൻ്റായിട്ടുള്ള വെള്ളം നമ്മുടെ ഗ്രോ ബെഡിലേക്ക് എത്തുകയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ ഗ്രോ ബെഡിന് ഏകദേശം ഈ ലെവലോളം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൈഫൺ സിസ്റ്റം വഴി എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മുടെ തിരിച്ച് ടാങ്കിലേക്ക് എത്തും. അങ്ങനെ അത് ഫിൽറ്റർ ചെയ്ത് ടാങ്കിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ചെടികളിൽ എപ്പോഴും നല്ല ഈർപ്പുണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്യൂരിഫൈ ആയിട്ടുള്ള വെള്ളം വീണ്ടും അടിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും എല്ലാ പാരാമീറ്ററുകളും. അതായത് ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ഏകദേശം ടെമ്പറേച്ചർ ഇപ്പോൾ ഇതിൽ 32.8 ഡിഗ്രിയാണ് വരുന്നത്. അതുപോലെ തന്നെ മോയ്സ്ചർ, അതുപോലെ തന്നെ 32 ഡിഗ്രിയോളം അടുത്താണ് വരുന്നത്. അതുപോലെ pH-ൻ്റെ വാല്യൂ ഏകദേശം 6.89 ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥകളിലും വരുന്ന വാല്യൂസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒരു ഫാർമർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഒരു അഗ്രികൾച്ചർ സിസ്റ്റത്തിന് ഫാർമർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളിതിൽ ഒപ്പം തന്നെ നമുക്ക് ചെറിയ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 50 വാട്ടിൻ്റെ താഴെ ഏകദേശം ഒരു ഫാനിൽ ലൈറ്റിംഗ് കറങ്ങുന്ന രീതിയിലുള്ള ഒരു കറണ്ടാണ് പവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ സോളാറിലൂടെ കിട്ടും. ഏകദേശം 45 വാട്ടിൻ്റെ സോളാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് ഏകദേശം ഇതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 12,000 രൂപയുടെ അടുത്താണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഏകദേശം 12,000 രൂപയുടെ അടുത്ത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടാങ്കിൽ നമ്മളതിൻ്റെ ഡിസൈൻ സിസ്റ്റത്തിൽ സെൻസറുകൾക്ക് കാര്യങ്ങൾക്ക് വരും. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്.
നമ്മുടെ ഏകദേശം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫുള്ള് ടാങ്കിലെ വെള്ളം ഏകദേശം നിറഞ്ഞു തുടങ്ങി. അതായത് നമ്മുടെ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള വെള്ളം ഏകദേശം ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൈഫൺ അടിയിൽ വർക്കായതുകൊണ്ട് മോട്ടർ അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടൈമർ സിസ്റ്റം വെച്ച് മോട്ടർ ഓഫായി കൃത്യ ടൈമിൽ തന്നെ നമ്മുടെ സൈഫൺ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം എത്തിക്കുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ഇതിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും പല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാം. ഓർണമെൻ്റലായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ അക്വാൺ സിസ്റ്റം. അങ്ങനെ സോളാർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇതിൻ്റെ എനർജി കൺസ്ട്രക്ഷൻ നമുക്ക് അതിൽ കവർ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്.